City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മുന്നണിയിൽ പരിഗണന കിട്ടുന്നില്ലെന്ന് പറയുന്നു എം.വി. ശ്രേയാംസ്കുമാർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. തത്സമയം ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല, എല്ലാവരും നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിയ വിവരം. ഞങ്ങൾ പാർട്ടി സഹാക്കൾ ഈ അമർഷമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ വളരെ ത്യാഗം സഹിച്ചിട്ടാണ്, അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവനായിട്ട് നടത്തിയത്. ഞങ്ങൾ വരാറും സഹായം ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പം അവർക്ക് ഇപ്പോഴും നിരാശ തന്നെയാണ് പ്രതിഫലം. ഇവിടെ കേരളത്തിൽ LDF-നോടൊപ്പവും കേന്ദ്രത്തിൽ NDA മന്ത്രിയും ഉള്ളൊരു പാർട്ടി LDF-ലുണ്ട്. അതിലാർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം അന്ന് കേന്ദ്രമന്ത്രി കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ഇവിടെ അതേ പാർട്ടിയുടെ അതേ കൊടി തന്നെയാണ് ഉപയോഗിക്കുന്നു, അതേ ചിഹ്നം തന്നെ ഉപയോഗിക്കുന്നു, അതേ പേര് തന്നെ ഉപയോഗിക്കുന്നത്. അതിലൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ JDS NDAയുടെ ഭാഗം എന്നല്ല പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പാർട്ടിയുടെ ഭാഗമാണ്. അവരുടെ നേതാവാണ് കേന്ദ്രത്തിൽ NDA സർക്കാരിൽ മന്ത്രിയായിട്ടുള്ളത്. എന്നിട്ട് പോലും നമ്മൾ തുടക്കം മുതലേ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം എല്ലാവർക്കും നൽകി. മുന്നണിയിൽ അർഹതപ്പെട്ട ഞങ്ങൾക്ക് മാത്രം പരിഗണിച്ചില്ല. 2.5 വർഷം കഴിയുമ്പം അത് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അതും നടന്നില്ല. എന്തിൻ്റെ പേരിലാണ് നമ്മളെ മാത്രം മാറ്റി നിർത്തുന്നത്? അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല. ഇപ്പോൾ പാർട്ടി അണികളുടെ ഇടയിൽ, പാർട്ടി നേതൃത്വത്തിൽ അതിയായ അസംതൃപ്തിയുണ്ട്. ഇപ്പോൾ JDS-ന് 70ഓളം സ്ഥാനങ്ങൾ നൽകി, 79. ഞങ്ങൾക്കാകെ കിട്ടിയ 6-7 ഇതാണ്. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് റെക്കഗ്നേഷൻ വേണ്ടേ? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വേണ്ട രീതിയിൽ പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ വളരെ ശക്തമായ ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനി പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ഈ അവഗണന മാറ്റി ഞങ്ങൾക്ക് അനർഹമായ ഒരു കാര്യവും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഓരോ പാർട്ടികളുടെയും ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി മനസ്സിലാക്കട്ടെ. അതനുസരിച്ചിട്ടുള്ള അംഗീകാരം ഞങ്ങൾക്ക് നൽകണം. പലതവണ ആവർത്തിച്ചു, പലതവണ കത്ത് നൽകി, 2 തവണ ഉപേക്ഷ ചർച്ച നടത്തി. എന്നിട്ട് പോലും ആ കാര്യത്തിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല. കാരണം സാധാരണ പാർട്ടിക്കാരെ ചോദിക്കുമ്പോൾ പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഈ അവഗണന അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു LDF യോഗത്തിലെല്ലാം തന്നെ 11ാമതായിട്ടാണ് ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ 11ാം കക്ഷിയാണ് ഈ മുന്നണിയിൽ. അത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട്? ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല. ഞങ്ങൾ LDF-ൽ ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ്. 11ാമത്തെ പാർട്ടിയാണോ ഞങ്ങൾ? ആ രീതിയിലാണ് ഞങ്ങൾ പരിഗണിക്കുന്നത്. ഞങ്ങൾക്കാൾ എത്രയോ ചെറിയ പാർട്ടികൾക്ക് പോലും വലിയ വലിയ അംഗീകാരം നൽകിയിട്ട് ഞങ്ങൾക്കൊന്നും നൽകാത്തതിൽ പാർട്ടിയിൽ മൊത്തത്തിൽ പ്രതിഷേധമുണ്ട്. അത് മുഖവിലേക്കെടുക്കണം. മുഖവിലെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹാരം കാണണം. എങ്കിൽ മാത്രമേ പാർട്ടിക്കാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മുന്നറിയിപ്പല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നതാണ്. അത് പറയണ്ടേ? ഞങ്ങൾ LDF-ൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ പുറത്തങ്ങനെ പറയാറില്ല. LDF ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കത്ത് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധിക്കുമോ? അത് മുന്നറിയിപ്പായിട്ടോ ഭീഷണിയായിട്ടോ ഒന്നുമല്ല എന്നെ കാണേണ്ടത്. ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളാണ്. അത് ന്യായമാണ് എന്നുണ്ടെങ്കിൽ പരിഗണിക്കണം. അത്രേ ഉള്ളൂ. ഈ
ഈ ഏറ്റവും ഒടുവിലത്തെ LDF യോഗത്തിൽ ഇതിന്റെ ഭാഗമായിട്ടാണോ അങ്ങ് വിട്ടുനിന്നത്? ഞാൻ വിട്ടുനിന്നിട്ടില്ല. എനിക്ക് അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ 2-3 യോഗങ്ങൾ പങ്കെടുത്തില്ല, മറ്റേ ഞാൻ തന്നെ പങ്കെടുക്കാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്നാണ് അറിയിക്കുക. ഞാൻ കോഴിക്കോട് നടത്തണം, നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ്. അങ്ങനെ പ്രതിഷേധം ഞങ്ങൾ LDF പങ്കെടുക്കില്ലല്ലോ. പ്രതിഷേധമുണ്ട്, പക്ഷെ ആ പ്രതിഷേധം നമ്മൾ മുന്നണിക്കുള്ളാണല്ലോ നമ്മൾ ഇതാക്കുക. NDAയുടെ ഭാഗമാണ് അത്. നേരത്തെ UDF ഒക്കെ ഉന്നയിച്ചു വരുന്നൊരു വിഷയമാണ്. എന്നിട്ടും മുന്നണിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ വാല്യൂസോ അല്ലെങ്കിൽ അതിന്റെ ഒരു ധാർമ്മികത ഒന്നും തന്നെ മുന്നണി നേതൃത്വം പരിഗണിക്കുന്നില്ലെന്നാണോ? എല്ലാവരെയും ഒരേ തരത്തിൽ പരിഗണിക്കുന്നതെന്നാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പോലും ഈ പരിഗണന നൽകുമ്പോൾ, അതായത് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും JDSന്റെ കൊടി ഉപയോഗിച്ചില്ലേ? കർണാടകയിൽ അത് BJP ഒപ്പമല്ലേ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞ ഇവിടുത്തെ JDS അങ്ങനത്തെ നിലപാടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ടെക്നിക്കലി നോക്കുമ്പോൾ അങ്ങനെയുള്ള പാർട്ടിക്ക് കൊടുക്കുന്ന പരിഗണന എന്തുകൊണ്ട് വളരെ കൃത്യമായ ഒരിക്കലും BJP ആയി കോംപ്രമൈസ് ചെയ്യാത്ത ലല്ലു പ്രസാദ് നയിക്കുന്ന RJDക്ക് നൽകാത്തത്, ഇതിനു മുമ്പ് വീരേന്ദ്രകുമാർ നയിച്ച LJDക്ക് നൽകാത്തത്, ഇതാണ് എൻ്റെ ചോദ്യം. ആ കാരണങ്ങൾ ഞാൻ വിശദീകരിച്ചാണല്ലോ സമയത്ത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിൽ ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം അല്ല, ഘടകകക്ഷി ഞാൻ പറയാം, ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്തു നിന്ന് പോലും ആക്ഷേപം. ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. ഞാൻ മോഹൻ മാഷെ വിളിച്ച് ചോദിക്കും, TP രാമകൃഷ്ണനെ വിളിച്ച് ചോദിക്കും, ഇവരെല്ലാം വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ടി എടുക്കുന്നത്. എവിടെയെങ്കിലും പരാതി ഉണ്ട് എന്നോട് പറയണം. ഒരു പരാതി പോലും കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരാളും ഉന്നയിച്ചില്ല. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഞങ്ങൾ പ്രവർത്തിച്ചു, വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഈ ഇടയ്ക്ക് RJD എല്ലാ സ്ഥാനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് സർക്കാർ തന്ന സ്ഥാനങ്ങൾ രാജിവെക്കാൻ വേണ്ടി പോകുന്നൊരു കത്ത് നൽകി. അതിനെ തുടർന്ന് ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നല്ലോ. അങ്ങ് മുഖ്യമന്ത്രിയും LDF കൺവീനറുമായുള്ള ചർച്ച. അതിനുശേഷം അന്ന് തീരുമാനിച്ച ഒന്നും പിന്നെ നടപ്പിലായില്ല. അതിലൊരു ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അപ്പോഴാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് സാധാരണ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാർട്ടിക്കാരോട് ഞാൻ പറഞ്ഞു, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പൊളിറ്റിക്സ് ഒരു പ്രോസസ്സല്ലേ, ഇൻസ്റ്റൻ്റായിട്ട് അങ്ങനെ ഇതാക്കണമെന്നില്ലല്ലോ. ഞങ്ങൾ ന്യായമായ കാര്യങ്ങളെ പറയുള്ളൂ. അതുകൊണ്ട് ഇലക്ഷൻ വരെ ഞങ്ങൾ കാത്തുനിന്നു. ഇനി അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കണം. UDFിൽ പരിഗണന കിട്ടിയിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. LDFിലും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പ്രവർത്തകർ നിരാശരാണ്, തികച്ചും നിരാശരാണ്. അവർ ചോദിക്കുന്നത് എന്തിനാണ് നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് നിന്നാൽ പോരെ, എന്തിനാണ് നമ്മൾ ഈ ഈ അപമാനമെല്ലാം സഹിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന ചോദ്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വല്ലാതെ ഉണ്ട്. UDFിലേക്ക് പോകാനുള്ള സമ്മർദ്ദം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടോ? അങ്ങനെ രാഷ്ട്രീയ മാറ്റമൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. ഞങ്ങൾ LDFിൽ തന്നെ ഉറച്ചു നിന്നു. കാരണം കുറച്ചു കാലത്ത് ഞങ്ങൾ UDFിൽ പോയതിനും നമ്മൾ ബേസിക്കലി ഞങ്ങൾ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള പാർട്ടിയാണ്. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. അങ്ങനൊരു മുന്നണി മാറ്റ ചർച്ച പല പാർട്ടിക്കാരും പറയും. കാരണം അവരുടെ നിരാശ കൊണ്ട് അവർ എന്തിനാ അതിൽ നിൽക്കുന്നതെന്ന് പറയും. പക്ഷേ അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിനെ അവർ സജ്ജമാക്കുകയാണ് ചെയ്തത്. ആ തരത്തിലുള്ള ആലോചന ഞങ്ങൾ നടത്തുന്നില്ല. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അവധിക്കാലം കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ
ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ. കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000. 9061178000. ടോൾ ഫ്രീ നമ്പർ 14. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കോഴിക്കോട് ഇന്ത്യയിലെ 25 സിറ്റീസിലുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് എത്തി. ഇനി ഡൽഹിയും അമൃത്സറും ഇൻഡോറും അജ്മീറും കാശ്മീരും ഒന്നും പോണ്ട, അവിടുത്തെ ഒക്കെ ഫുഡ് ഐറ്റം നമ്മുടെ കാലിക്കറ്റ് ഉണ്ട്. ആ ഒരു സിറ്റിയിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ് ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യയിലെ 25 സിറ്റികളിലെ ഫുഡ് ഐറ്റംസ് ഇനി നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിലും. നമ്മൾ ഡൽഹി ഹൈദരാബാദ് ഒക്കെ ഉണ്ട്, നമ്മുടെ കോഴിക്കോടിന്റെ വിഭവം എന്താണ്? കോഴിക്കോട് വിഭവം ഉള്ളത് കോഴിക്കോടിന്റെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് ലക്ഷദ്വീപിന്റെ സ്റ്റാളും ഉണ്ട്. നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരുപാട് സിറ്റിയിലെ അവരുടെ ഒതന്റിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന ഫെസ്റ്റിവലിൽ എത്തിയിട്ടുണ്ട്. ലക്നൌവിന്റെ കബാബ് അവിടെ കഴിക്കാൻ പോണേ, അത് മലായിയാണ്. മലായി അവിടെ കഴിക്കാണ്. എന്താ അതിന്റെ സംഭവങ്ങൾ നമുക്ക് നോക്കാം. വൗ! ഇന്ത്യയിലെ ഡിഫറെന്റ് സിറ്റീസിലുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വിട്ടോളി. ഒരുപാട് സിറ്റീസിൽ ഫുഡ് ഐറ്റംസ് അവിടുത്തെ ആളുകൾ തന്നെ പ്രിപ്പയർ ചെയ്യാണ് ഈ ഒരു സ്റ്റാൾ. മെയ് 12 വരെ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നേരെ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് വിട്ടോളി. The Great Indian Food Art, Taste of Harmony. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റു വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.
പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും മാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും മാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും മാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും